നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, കാരുണ്യനാഥ നിൻ കൃപയാൽ ഇന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ KR അവർകളെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 ദിവസമായിട്ടും ജോയിൻ ചെയ്തിട്ട് 28-നാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ജില്ലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ജോയിൻ ചെയ്ത് 2 ദിവസത്തിനുള്ളിലാണ് വലിയൊരു പ്രോഗ്രാമായ ഈ സംസ്ഥാനതല ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ ദിനാചരണം പാലക്കാട് ജില്ലയ്ക്ക് ലഭിക്കുന്നത്. അപ്പം അത് നമ്മുടെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ടീമും അതുപോലെ മറ്റ് പ്രവർത്തകരുമായിട്ട് നല്ല രീതിയിൽ ഇത് ഓർഗനൈസ് ചെയ്ത് നടത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏവർക്കും ഇവിടെ നടന്നു വരുന്ന എല്ലാ പരിപാടികളും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിനാചരണമാണ് ഡിസംബർ 1-ന് നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ എല്ലാ ലോകരാജ്യങ്ങളിലുമാണ് ലോക എയ്ഡ്സ് ദിനം നടക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. അപ്പം ഈ ഒരു HIV എയ്ഡ്സ് ബാധിതർക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഉള്ള ആളുകൾക്ക് പ്രത്യേകം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഒരു സംഘടനകൾ പോലുള്ള ഒരു പ്രത്യേക സമൂഹമുണ്ട്. അതായത് ട്രക്ക് ഡ്രൈവേഴ്സിന് നേരത്തെ പറഞ്ഞ സുരക്ഷാ പ്രോജക്റ്റ്, അതുപോലെ ഫീമെയിൽ സെക്സ് വർക്കേഴ്സിനുള്ള പ്രോജക്റ്റ് MSM, സ്വവർഗ രതിക്കാരുള്ളവർക്കുള്ളൊരു പ്രോജക്റ്റ്, അങ്ങനെയുള്ള വിവിധ ഇതുമായിട്ട് അറ്റ് റിസ്ക് ഉള്ള ഹൈ റിസ്ക് ഗ്രൂപ്പിനുള്ള വിവിധ തരം പ്രോജക്റ്റുകളുണ്ട്, വിവിധ തരം ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ 2025 കൂടി സീറോ ട്രാൻസ്മിഷൻ ഓഫ് HIV എയ്ഡ്സ് എന്നാണ് ലോകാരോഗ്യ സംഘടന നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു ലക്ഷ്യം എത്തിച്ചേരണമെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റീസിനെ നമ്മൾ ഈ ഒരു HIV രോഗബാധിതയുടെ അതിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റീസിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലാതെ നമുക്ക് പറ്റില്ല. ഇപ്പം നമുക്കറിയാം പല രാഷ്ട്രങ്ങളിലും, അതായത് ചില ഗൾഫ് കൺട്രീസിലും മറ്റുള്ള പല രാഷ്ട്രങ്ങളിലും ഈ ട്രാൻസ്ജെൻഡേഴ്സിനും അതുപോലെ ഗെയ്സിനും അതായത് MSM-നും ഒക്കെയുള്ള കുറേ അവർക്കുള്ളൊരു വിവേചനമുണ്ട്. അവരെ സമൂഹത്തിലുള്ള പൊതുധാരയിലേക്ക് മറ്റുള്ളവരെ പോലെ അവരെ കടന്നു ചെല്ലാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ റിസ്ക് ബിഹേവിയറിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ വ്യത്യാസമുള്ള ഡീവിയേഷനുള്ള ആൾക്കാർ, അത് LGBTQI+ അങ്ങനെയുള്ളവരൊക്കെ അവർക്കൊക്കെ മുന്നോട്ട് വരാനായിട്ടും തുറന്നു പറയാനായിട്ടുള്ള ഒരു മടി ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഹെൽത്ത് സർവീസസ് നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ ടെസ്റ്റിങ്ങും മറ്റുള്ള ഹെൽത്ത് സർവീസസും അവെയർനെസ്സും ഒക്കെ അത് സ്വീകരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമുക്ക് സീറോ HIV ട്രാൻസ്മിഷൻ എന്നുള്ള ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നമ്മളവരെ ഇൻക്ലൂഡ് ചെയ്യണം. അവരൊരു ഇൻക്ലൂഷൻ ആ ഒരു ഫാക്ടർ അവിടെ വരണം. എന്നാലും മാത്രമേ അവർക്ക് മറ്റുള്ള ഹെറ്ററോസെക്ഷുവൽസിനെ പോലെ ഓപ്പണായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാനും ഇതിൻ്റെ ഒരു HIV-യുടെ ഈ ഒരു സീറോ ട്രാൻസ്മിഷൻ എന്നുള്ള ഒരു പ്രോജക്റ്റ് അവർക്ക് ഏറ്റ് നടത്താനും അവർക്ക് സാധിക്കില്ല. അവർ പറയുന്നത് ഇതിൽ ഈ ഒരു ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്ന് പറയുന്ന എന്നുള്ള തീമിൽ UN എയ്ഡ്സ് പറയുന്നത് നത്തിങ് എബൌട്ട് അസ് വിതൗട്ട് അസ് എന്നാണ്. നമ്മളെപ്പറ്റി ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മളില്ലാതെ നടക്കില്ല, അതാണ് പറയുന്നത്. അപ്പം നമ്മൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഈ കമ്മ്യൂണിറ്റീസ് നമ്മളീ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് കൂടാതെ നമ്മുടെ സമൂഹത്തിനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവർക്കുള്ള സേവനങ്ങൾ കൊടുക്കുന്നതും ഇവർക്കുള്ള അവെയർനെസ് കൊടുക്കാനും അറ്റ് റിസ്ക് ബിഹേവിയർ നമ്മൾ ഈ ഒരു അവെയർനെസ് കൊടുത്ത് തടയാനും അവർക്ക് പിന്നെ HIV എയ്ഡ്സ് ബാധിച്ച രോഗികൾക്കുള്ള ചികിത്സയും അവരുടെ ഫോളോ അപ്പ് ഒക്കെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് 5 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിംഗ് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വളരെ നല്ല കാര്യമാണ്. ആൾക്കാർ സ്വന്തമായിട്ട് അവെയറായിട്ട് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു
മുൻ വർഷത്തെക്കാളും ഓരോ വർഷം കഴിയുന്നതിന് പാലക്കാടുള്ള നമ്മുടെ എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിലും വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഈ അവെയർനെസ് ആക്ടിവിറ്റീസും ഇതിനെക്കുറിച്ച് എയ്ഡ്സിനെ പറ്റി അറിയാത്ത ആരുമില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു നല്ലൊരു ഇമ്പാക്റ്റ് സമൂഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതായത് നമ്പർ ഓഫ് ടെസ്റ്റ് കൂടിയിട്ടുണ്ട്, അതിൽ പോസിറ്റീവ് ആവുന്ന ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പം എന്തായാലും നമ്മൾ പാലക്കാട് ജില്ലയ്ക്ക് ഈ ഒരു സംസ്ഥാനതല ഇനോഗ്രേഷൻ ലഭിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച നമ്മുടെ കെസാക്സ്, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് ഞാൻ വളരെയധികം നന്ദി അർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനവുമായിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം. അപ്പോൾ എൻ്റെ കടമയെന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സംസ്ഥാനതല ദിനാചരണത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നാണ്. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് ശ്രീമതി ബിനുമോൾ കെ ആണ്. മാഡം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. എന്നേക്കാളും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അപ്പോൾ നമ്മുടെ പാലക്കാടുള്ള ഹെൽത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വലിയൊരു പങ്കാണ് ജില്ലാ പഞ്ചായത്ത് വഹിച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ വളരെയധികം ആക്ടിവിറ്റീസ്, അതായത് ഞാനിപ്പം സംസ്ഥാനത്തെ ഒരു സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് വന്നതുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്തില്ലാത്ത പല പ്രവർത്തനങ്ങളും നമ്മുടെ ഇവിടെ പാലക്കാട് ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതായത് നയനപദം എന്നുള്ള ബസ്, പിന്നെ കാത്ത് ലാബ്, പിന്നെ അതുപോലെ വനിതാ ശിശു WNCയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഇതെല്ലാം മാഡം നമ്മുടെ ജില്ലാ പഞ്ചായത്തും മാഡത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അപ്പം ബിനുമോൾ മാഡത്തിന് സ്നേഹാദരത്തോടുകൂടി സ്വാഗതം ചെയ്യാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട MP ആണ്, പാലക്കാട് ജില്ലാ MP ആണ്, ശ്രീ VK ശ്രീകണ്ഠൻ സാറ് നമ്മുടെ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സേവനങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം MP-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള ജില്ലാ ആശുപത്രി, ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ ചെർപ്പുളശ്ശേരി CHCയിൽ നടത്തിയിട്ടുള്ള സഹായങ്ങൾ എല്ലാം എടുത്തു പറയത്തക്കതാണ്. അപ്പം സാറിനെ എല്ലാവരുടെ പേരിലും ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ പേരിലും കെസാക്സിൻ്റെ പേരിലും സാറിനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ശ്രീലത R ആണ്. മാഡം പ്രോജക്റ്റ് ഡയറക്ടറാണ് കെസാക്സിൻ്റെ. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് മാഡത്തിൻ്റെ വലിയൊരു ടീമും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പാലക്കാട് ജില്ലയിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുവാൻ വേണ്ട എല്ലാ ഉപദേശങ്ങളും അതുപോലെ എല്ലാ സൗകര്യങ്ങളും മാഡത്തിൻ്റെ ടീമുമാണ് നമുക്കിതിൽ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം മാഡത്തിനെ സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ ഈ ഒരു പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് ശ്രീമതി അനുപമ നായർ, മാഡം കൗൺസിലറാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ. മാഡത്തിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ WNC ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ എത്തിയിട്ടുണ്ട്. സാറിനെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടിക്ക് പ്രതിജ്ഞ അർപ്പിക്കുന്നത് രമേശ് പിന്നെ തന്നെ ശ്രീ സ്മിതേഷ് വന്നിട്ടുണ്ട്, നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇന്നത്തെ ഒരു പരിപാടിയിൽ പ്രതിജ്ഞ അർപ്പിക്കാനുള്ളത് രമേശ് P ആണ്, പ്രോജക്റ്റ് കോർഡിനേറ്റർ PDNP+ പാലക്കാട്. അപ്പം രമേശിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നന്ദി അർപ്പിക്കാനായിട്ട്, നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന് നന്ദി അർപ്പിക്കാനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് നന്ദി അർപ്പിക്കാനും ഡോക്ടർ ഹരിദാസ് ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസറാണ്. കൂടാതെ അദ്ദേഹം ഡിസ്ട്രിക്ട് TB ഓഫീസറും കൂടിയാണ്. അദ്ദേഹത്തെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇതിലൊക്കെ ഉപരി ശ്രീ ജോസഫ് മാത്യു വന്നിട്ടുണ്ട്. സാറ് പ്രസിഡൻറ്റ് CPK+ ആണ്. സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരും, ഒരു വലിയൊരു സദസ്സാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകളും ഞാനിനി വിട്ടുപോയിട്ടാണ് ആരെങ്കിലും, അതുപോലെ സദസ്സിന് മുന്നിലുള്ള നമ്മുടെ ഈ ഒരു പോഡിയത്തിന് മുന്നിലുള്ള നമ്മുടെ സദസ്സും, സ്കൂൾ കുട്ടികളും നഴ്സിംഗ് കുട്ടികളും നമ്മുടെ ആശാ വർക്കേഴ്സ്, ഹെൽത്തിൻ്റെ സ്റ്റാഫ് എല്ലാവരും അടങ്ങിയിട്ടുള്ള ഈ ഒരു സദസ്സിനെയും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനുമോൾ മാഡത്തിനെ സ്നേഹത്തോടു ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനുമോൾ K അവരുകളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ VK ശ്രീകണ്ഠൻ അവർകൾ, പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ KR, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീലത, ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സ്മിതേഷ്, ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീമതി അനുപമ നായർ, ജില്ലാ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ശ്രീ രാമൻകുട്ടി, ഡോക്ടർ പ്രേംകുമാർ, ഡോക്ടർ ജയശ്രീ, ശ്രീ ജോസഫ് മാത്യു, ഡോക്ടർ ഹരിദാസ്, ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെയധികം ശ്രദ്ധേയമായൊരു പരിപാടിയാണ് ഇന്ന് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ സംസ്ഥാന തലത്തിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ഇവിടെ നടപ്പിലാക്കുന്നത്. 1995 മുതലുള്ള അധികാര വികേന്ദ്രീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവമുണ്ടാക്കിയെടുക്കാൻ സഹായിച്ചത് എന്നുള്ളത് കണ്ട് അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. 1998 കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ജില്ലയ്ക്കകത്ത് ആയുർദളം പരിപാടി നടപ്പിലാക്കുന്നൊരു കാലം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ ആയുർദളം പരിപാടി നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന എയ്ഡ്സിനെ കുറിച്ചുള്ള ബോധവും അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവും ഏത് അർത്ഥത്തിലായിരുന്നു, അതിൽ നിന്നും ഏറെ മുന്നോട്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. ഡോക്ടർ ഇവിടെ പറഞ്ഞല്ലോ, പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് സാമൂഹ്യ സാമ്പത്തിക വിഷമതകൾ വല്ലാതെ അനുഭവിക്കുന്നൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ഏറ്റവും നന്നായി ഈ തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്നുപെടാവുന്ന എല്ലാ മോശപ്പെട്ട പ്രവണതകളും ഉണ്ട്. അപ്പോൾ സുരക്ഷിതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സമൂഹത്തെ പ്രേരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊന്നും തന്നെ നമുക്ക് 88-ൽ ഇത്രമാത്രം ഉച്ചസ്ഥരം പറയാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ചിട്ടയായ പ്രവർത്തനത്തിനകത്ത് ഇത് സമൂഹത്തിലെ ജനങ്ങളോട് പറഞ്ഞു വെക്കാൻ ഒരു മടിയും കാണിക്കാത്ത സമൂഹമായിരുന്നു കേരളീയ സമൂഹം. ലോകത്തിന് മുമ്പിൽ നമ്മൾ മാതൃകയാവുന്നത് വെറുതെ അല്ല. ഇങ്ങനെ കുറേയധികം അടിസ്ഥാനപരമായി മനുഷ്യനെ മാറ്റാനൊരുങ്ങുന്ന ഒട്ടേറെ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു നാടായതുകൊണ്ടാണ് ലോക വികസിത മുതലാളിത്ത രാജ്യങ്ങൾക്കകത്തുപോലും നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് ഇത്രയേറെ ആവേശത്തോടെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ മാതൃക, കേരളത്തിൻ്റെ ഈ മോഡൽ എങ്ങനെയൊക്കെയാണ് ആരോഗ്യമേഖലയിലെ പ്രവർത്തനത്തിൽ ഇത്രയേറെ ഒരു മോഡൽ സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ സ്റ്റേറ്റ് മുതൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ ഒരു സാമൂഹിക സംവിധാനം ഏറ്റവും ചിട്ടയോടുകൂടെ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നു. എല്ലാ അധികാര സ്ഥാപനങ്ങൾക്കകത്തും അതിപ്പോൾ MP ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒട്ടേറെ ഫണ്ട് MP-യും ആരോഗ്യ മേഖലയ്ക്ക് വെക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഏറെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജില്ലയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വെക്കുന്നു. സർക്കാരിൻ്റേതായ എല്ലാ ഉത്തരവാദിത്വവും ഈ രംഗത്തേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഔദ്യോഗിക സംവിധാനവും ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതായ സംവിധാനവും ഒക്കെ കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. മാത്യൂസിൻ്റെ ടീം വളരെ നന്നായിട്ട് വയനാട്ടിൽ നിന്നും അവരെത്തി, ആ ടീം വളരെ നന്നായി ജനകീയമായി ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ഇങ്ങനെയൊന്നും വർത്തമാനം പറയാതെ ജനങ്ങളെ അറിയിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ഇവിടെ സംഘടിപ്പിച്ചു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും ഈ വർഷത്തെ നമ്മുടെ സ്ലോഗൻ, നമ്മുടെ മുദ്രാവാക്യം സമൂഹങ്ങളാണ് നയിക്കേണ്ടത്, യാതൊരു സംശയവുമില്ല. സമൂഹങ്ങൾ ഇത് നയിക്കണം. എല്ലാ സമൂഹത്തേക്കും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനാവണം. സ്റ്റിഗ്മ വേണ്ട, സ്റ്റിഗ്മയല്ല വേണ്ടത്. കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടുത്തി അവരെ നമ്മളോടൊപ്പം കൂടെ കൊണ്ടു നടത്തി ഈ സമൂഹത്തിൽ മാറ്റം വരുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നാളിതുവരെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ നേതൃത്വം ഇനിയുമേറെ മുന്നോട്ട് പോകാൻ നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തം വളരെ
ഏറെ ആവശ്യമാണ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അതിനായി നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാലക്കാടിൻ്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ അവർകളെ വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ലോകമെമ്പാടുമുള്ള HIV അണുബാധിതരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഉദ്ഘാടന വേളയിൽ എല്ലാ തരത്തിലുള്ള ആളുകളുടെ സമൂഹത്തിലുള്ള പിന്തുണയും വിശ്വാസവും ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്ന സന്ദേശവുമായി ലോകമെമ്പാടും എയ്ഡ്സ് ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഈ ഉദ്ഘാടന ചടങ്ങിന് 10 മടങ്ങ് മാറ്റുകൂട്ടുന്നു. ബഹുമാനിയായ അധ്യക്ഷ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി K. ബിനുമോൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ ജില്ലാ മെഡിക്കൽ ഓഫീസർ, പുതുതായിട്ട് ചുമതലയേറ്റ ഡോക്ടർ വിദ്യ KR, പ്രിയപ്പെട്ട പ്രോജക്റ്റ് കോർഡിനേറ്റർ ശ്രീ രമേശ് P, വേദിയിലുള്ള പാലക്കാട് നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ P. സ്മിതേഷ്, വാർഡ് കൗൺസിലർ ശ്രീമതി അനുപമ നായർ, വേദിയിലുള്ള ജില്ലാ ആശുപത്രി സൂപ്രണ്ട് PK ജയശ്രീ, ഡോക്ടർ പ്രേംകുമാർ, ശ്രീ ജോസഫ് മാത്യു, ശ്രീ ഹരിദാസ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ R. ശ്രീലത ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികൾ, അതുപോലെ തന്നെ സംസ്ഥാനതല പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വിവിധ സംഘടനകളെ പ്രതികരിച്ചവർ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ ഭാഗമായുള്ള സംസ്ഥാനതല ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. ഇവിടെ രാവിലെ തന്നെ വർണ്ണശബളമായിട്ടുള്ള ഫ്ലാഷ് മോബും ഈ വേദിയിൽ വയനാട്ടിലെ കലാസംഘം അവതരിപ്പിച്ച സ്കിറ്റും വളരെ മനോഹരമായിരുന്നു. രണ്ടിലും പങ്കെടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് പാലക്കാടിനു വേണ്ടി അഭിനന്ദിക്കുകയാണ്. വളരെ വിശദമായി തന്നെ ഉള്ളൊരു ബോധവൽക്കരണം വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഇന്ത്യക്ക് തന്നെ ആരോഗ്യമേഖലയിൽ വിവിധ രീതിയിൽ മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് കേരളം എന്നും സ്വീകരിച്ചു വന്നിട്ടുള്ളത്.
ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും ആരോഗ്യത്തെ സംബന്ധിച്ച് വിവാദങ്ങളില്ലാത്ത മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ് ഏതാ ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. ഇത് ജീവിതത്തിൽ ഏറ്റവും അടുക്കും ചിട്ടയോടുകൂടി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ നമ്മളെന്നും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റിയാൽ ജീവിതങ്ങൾ തന്നെ കലങ്ങി മറയും അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകും എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മഹാമാരിയെയും പ്രതിരോധിക്കാനും അതിജീവിക്കാനുമുള്ള കരുത്തും ഇച്ഛാശക്തിയും നമുക്കുണ്ടാകും. കേരളം ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ആരോഗ്യരംഗത്ത് നാം പുലർത്തിപ്പോരുന്ന ആ മാന്യതയും ആ അടുക്കും ചിട്ടയും ഇച്ഛാശക്തിയോടുകൂടി ഇതിനെ നേരിടാനുള്ള കഴിവുമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് തുടരേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടുകൂടി സുരക്ഷിതമായി ജീവിക്കണം എന്ന് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ചെറിയൊരു തുമ്മൽ വന്നാൽ നമ്മൾ ആശുപത്രി പോകുക, പരിശോധിക്കുക. ഇത്രയും വളരെ ഏറ്റവും താഴെത്തട്ടിൽ ഇങ്ങനെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നൊരു മറ്റ് സ്റ്റേറ്റില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുദ്ധിയാണ്. ശരീരശുദ്ധിയിലും വ്യക്തിശുദ്ധിയിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ കുളിക്കുന്ന ആളുകൾ ലോകത്ത് തന്നെ ഉണ്ടാകില്ല. ഇത്രയേറെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഇപ്പോൾ ഈ ലൈംഗിക തൊഴിലാളികളോ അല്ലെങ്കിൽ വഴിവിട്ടിട്ടുള്ള ലൈംഗികമായിട്ടുള്ള പ്രവൃത്തികളോ അല്ല കൂടുതലായിട്ടും മാരക രോഗങ്ങൾ പകരുന്നത്. പ്രത്യേകിച്ച് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പകരുന്നത് പഠനം നടത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ ആ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. കാരണം ഒരു വ്യക്തി മനുഷ്യത്വപരമായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യത്വമാണ്. മനുഷ്യത്വപരമായിട്ടുള്ള ഗുണങ്ങൾ ഇല്ലാതാക്കി മൃഗീയതയിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ ആപത്കരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. മനുഷ്യന് വേണ്ട ഗുണങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും പെരുമാറാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ആദരിക്കേണ്ടവരെ ആദരിക്കാനും സഹാനുഭൂതിയോടുകൂടി കാണേണ്ട കാര്യങ്ങളെ ആർദ്രതയോടുകൂടി അവരെയൊക്കെ സഹായിക്കാനും ഉള്ള മനസ്സ് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യത്വം മരവിക്കുന്ന തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ അകത്ത് പെട്ടാൽ അവൻ മനുഷ്യനല്ലാതാകുകയാണ്. ഇപ്പോൾ കൊല്ലത്ത് ഇവിടെ ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഒരു യുവതിയായ ഡോക്ടർക്കുണ്ടായ ഏറ്റവും വലിയ ഒരു സംഭവം, ഇത്രയും ക്രൂരമായൊരു കൃത്യം നമുക്കറിയാം. അവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്ന ഒരു രോഗിയാണ്. അവിടെ മേശപ്പുറത്തിരുന്ന കത്രിക എടുത്ത് തലങ്ങും വിലങ്ങും കുത്തി ചോര ചാടി അവർ പെടഞ്ഞു വീണ് മരിക്കുന്നത്. ആശുപത്രി എന്ന് വെച്ചാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ളതാണ്. ഡോക്ടർ എന്ന് വെച്ചാൽ അതിലേറെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ വന്ന രോഗി പോലീസ് ബന്ദോബസ്തോടുകൂടി വന്നിട്ട് പോലും അവർക്ക് വരെ കുത്തേറ്റു എന്ന് പറയുമ്പോൾ ആരായിരുന്നു ആ രോഗി? രോഗി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാനസിക രോഗം ബാധിച്ചിരുന്നു. അദ്ദേഹം ആരായിരുന്നു? ഒരു അധ്യാപകനാണ്. വർഷങ്ങളായി അധ്യാപകനാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല, വിവരമില്ലാത്ത ആളല്ല, വിവേകമില്ലാത്ത ആളല്ല. അതെല്ലാം നശിക്കാനുണ്ടായ കാരണം എന്താ? നിരന്തരമായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യത്വം പൂർണ്ണമായി അയാളിൽ നിന്ന് വേർപെട്ട് ഒരു മൃഗീയ സ്വഭാവമായി മാറി. ഒരു പരിചയമില്ലാത്ത ഒരു ഡോക്ടറെയാണ് കത്തിയെടുത്ത് കുത്തി ആ കുട്ടിയുടെ ജീവൻ ഹോമിച്ചത്. ഇപ്പം കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് 3 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ചു, 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നു, 5 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഇതൊക്കെ കേൾക്കാൻ ഉള്ള ശക്തി നമുക്ക് ഉണ്ടോ? ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ആ കുരുന്നു കുട്ടികളെ ഇതുപോലെ പൈശാചികമായി മൃഗീയമായി കൈകാര്യം ചെയ്ത ആളുകളൊക്കെ ലഹരി ഉപയോഗിച്ച് മാനസികാവസ്ഥ തെറ്റിയവരും മൃഗത്തിൻ്റെ സ്വഭാവമുള്ളവരുമാണ്. അപ്പോൾ പുതിയ തലമുറ അറിയാതെ ഇതിനകത്ത് പോയി പെട്ടാൽ അവർ പെടുന്നു എന്നുള്ളതല്ല, ഈ സമൂഹത്തെ ആകെ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു തലമുറയായി വളരുകയാണ്. ഒരു വ്യക്തി ലഹരിക്ക് അടിമയായാൽ ആ വ്യക്തിയുടെ കുടുംബം, അതുമായി ബന്ധപ്പെട്ട എല്ലാവരും
സമൂഹത്തിൽ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്നവരും അപമാനിതരായി ജീവിക്കേണ്ടി വരുന്നവരും ഇടയ്ക്ക് വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരും മാറുകയാണ്. അപ്പോൾ ലഹരിയാണ് ഒരു പരിധി വരെ നമ്മളെയൊക്കെ തളർത്തുന്നത്. പുതിയ തലമുറ നല്ല വിദ്യാഭ്യാസവും വിവേകമുള്ള ആളുകളാണ്. ഈ ലഹരിക്ക് അടിമയാകണമെന്നുള്ളത് അതിലേറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എയ്ഡ്സ് ആണെങ്കിലും മറ്റ് പല മാരക രോഗങ്ങളാണെങ്കിലും ജീവിതശൈലി രോഗങ്ങളും എല്ലാം ഉടലെടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മദ്യം, ലഹരി, ഈ തരത്തിലുള്ള മയക്കുമരുന്നുകൾ. പുതിയ ജനറേഷൻ ഇങ്ങനെ ബോധമില്ലാതെ ഏതോ സ്വർഗലോകത്ത് നടക്കാൻ വേണ്ടി അറിയാതെ പോയി പെട്ട് അതിൽ നിന്നും പിറകോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥയിൽ ജീവിതം ഇടയ്ക്ക് വെച്ച് അസ്തമിച്ചു പോവുകയാണ്. അപ്പോൾ പുതിയ തലമുറയിലാണ് നല്ല ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തേണ്ടത്. മെട്രോപൊളിറ്റൻ സിറ്റിയിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേഖലയിലുമാണ് ഇപ്പോഴും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വരുമ്പോഴാണ് കൂടുതൽ എയ്ഡ്സ് പകരുന്നത് എന്ന് DMO എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പാലക്കാട് പോലുള്ള ഗ്രാമീണ പ്രദേശത്ത് ഈ എയ്ഡ്സ് രോഗം വളരെ കുറയ്ക്കാനും അതുപോലെ തന്നെ വ്യാപകമാക്കാനും നിതാന്തമായ ജാഗ്രത സമൂഹം പുലർത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പ് വളരെ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ഇവിടെ സ്കിറ്റിൽ സൂചിപ്പിച്ചതുപോലെ വളരെ അർത്ഥവത്തായ വളരെ വിശാലമായ ഒരുപാട് കാര്യങ്ങളാണ് അവർ അവതരിപ്പിച്ചത്. ഞാൻ വയനാട്ടിലെ കലാകാരന്മാരെ പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ല സന്ദേശമായി നമുക്ക് എല്ലാവർക്കും നൽകാൻ കഴിയണം. നമ്മുടെ ജീവിതം വളരെ സുന്ദരമായ ഏറ്റവും നല്ല പ്രകൃതി മനോഹരമായ ഈ നാട്ടിൽ നമുക്ക് ജനിക്കാൻ കഴിഞ്ഞത്, ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഇന്ത്യ, അതിന് മാതൃകയായ കേരളം, അതിലേറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പാലക്കാട്, ഏറ്റവും ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള സ്നേഹനിധികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ആദരിക്കാൻ ആതിഥേയ മര്യാദയുള്ള പ്രകൃതി മനോഹരമായ ഈ പാലക്കാട് ജീവിക്കാൻ തന്നെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമാണെന്ന് ശാസ്ത്രീയമായ പഠനം തെളിയിച്ചിരിക്കുകയാണ്. മനോഹരമായ കൊല്ലങ്കോട് ഉൾപ്പെടെ നമുക്ക് എത്രയും പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളുണ്ട്, നല്ല ജനങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ച ജീവിതം പൂർണ്ണമായിട്ടും നമുക്ക് ആസ്വദിക്കാൻ ഈ പ്രകൃതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായി കഴിയാൻ ഭാവി തലമുറയ്ക്ക് ഒരു കരുതലായി നമുക്ക് ഈ ബോധവൽക്കരണം കൂടുതൽ ഊർജിതമാക്കണം. സംസ്ഥാന തല ഉദ്ഘാടനം മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ എല്ലാ വ്യക്തികളിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ ഇവിടെ ചേർന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വിദ്യാർത്ഥിനികളാണ്. അത് തീർച്ചയായിട്ടും വളരെ മാതൃകാപരമാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപദേശിക്കാൻ കഴിയുക, നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുക. ഈ പരിപാടി മഹത്തരമാക്കി വളരെ വിജയകരമാക്കി സംഘടിപ്പിച്ച മെഡിക്കൽ ആരോഗ്യ വകുപ്പിനെയും ഇതിൽ പങ്കെടുത്തത് വിജയിപ്പിച്ച നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ കൂടെ സ്നേഹാഭിവാദ്യങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി HIV പ്രതിരോധ സംരക്ഷണ പ്രവർത്തന മേഖലയിൽ ഏറ്റവും മികച്ച സേവനങ്ങൾ കാഴ്ചവെച്ച സേവന കേന്ദ്രങ്ങൾക്കുള്ള ത്തിനുള്ള അവാർഡ് ലഭ്യമായിരിക്കുന്നത്. അടുത്തതായി HIV അണുബാധിതർക്ക് ART ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങളുടെ അവാർഡ് ദാനമാണ്. ഏറ്റവും മികച്ച ART സെൻ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ജില്ലയിലെ ജനറൽ ഹോസ്പിറ്റലിലെ ഉഷസ് കേന്ദ്രം. ഡോക്ടർ പാർവതി മാഡത്തിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി HIV അണുബാധിതർക്ക് പൂർണ്ണമായ പിന്തുണയും സംരക്ഷണവും നൽകുന്നതിനു വേണ്ടി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കെയർ ആൻഡ് സപ്പോർട്ട് കേന്ദ്രങ്ങൾക്കുള്ളതാണ്. ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കെയർ ആൻഡ് സപ്പോർട്ട് കേന്ദ്രം പാലക്കാട് ജില്ലയിലെ കെയർ ആൻഡ് സപ്പോർട്ട് കേന്ദ്രം.
പാലക്കാട് ജില്ലയിലെ കെയർ ആൻഡ് സപ്പോർട്ട് കേന്ദ്രങ്ങളുടെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. എല്ലാവരും നിറഞ്ഞ കൈയടി കൊടുത്ത് അവാർഡ് ദാതാക്കളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി യുവജനങ്ങളുടെ ഇടയിൽ രക്തദാനം പ്രോത്സാഹിപ്പിക്കുകയും HIV പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് റെഡ് റിബൺ ക്ലബ്ബുകളുടെ വലിയൊരു പങ്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല റെഡ് റിബൺ ക്ലബ്ബുകളുടെ പ്രവർത്തനം കാഴ്ചവെച്ച കോളേജുകൾക്കുള്ള അവാർഡാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച റെഡ് റിബൺ ക്ലബ് അവാർഡ് ലഭ്യമായിരിക്കുന്നത് IHRD തൃശ്ശൂർ ചേലക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്. പ്രോത്സാഹനം തീരെ കുറഞ്ഞു പോകുന്നു. യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച കോളേജാണ്. അടുത്തതായി HIV അണുബാധ പിടിപെടാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വിവിധ സുരക്ഷാ പ്രോജക്റ്റുകളുടെ അവാർഡ് ദാനമാണ്. FSW സുരക്ഷാ പ്രോജക്റ്റ് തൃശ്ശൂർ സംഘമിത്ര. FSWTI പ്രോജക്റ്റ് തൃശ്ശൂർ സംഘമിത്ര. പ്രോത്സാഹനം കുറച്ചുകൂടി നന്നാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. HIV പിടിപെടാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ തരം സുരക്ഷാ പദ്ധതികൾക്കുള്ള അവാർഡാണ്. ഫീമെയിൽ സെക്സ് വർക്കേഴ്സിനിടയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രോജക്റ്റാണ് സംഘമിത്ര തൃശ്ശൂർ. അടുത്തതായി മെയിൽ ഹാവിംഗ് സെക്സ് വിത്ത് മെയിൽ പുരുഷ സ്വവർഗരതിക്കാരുടെ ഇടയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച സുരക്ഷാ പ്രോജക്റ്റ് സാന്ത്വനം എറണാകുളം. മെയിൽ ഹാവിംഗ് സെക്സ് വിത്ത് മെയിൽ സുരക്ഷാ പ്രോജക്റ്റ് സാന്ത്വനം എറണാകുളം. അടുത്തതായി മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരിടയിൽ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എറണാകുളം IDU പ്രോജക്റ്റ് ക്യാപ്സിലെ പ്രതിനിധികളെ സാദരം ക്ഷണിക്കുന്നു. സുരക്ഷാ പ്രോജക്റ്റുകളുടെ ഇടയിൽ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ച ക്യാപ്സ് IDU പ്രോജക്റ്റ്. പാലക്കാടിൻ്റെ പ്രോത്സാഹനം ഇതിൽ നിന്നും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങൾക്കിടയിൽ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ച TI പ്രോജക്റ്റ് ഡെയിൽ വ്യൂ തിരുവനന്തപുരം. അടുത്തതായി മൈഗ്രൻ്റ് തൊഴിലാളികളുടെ ഇടയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സുരക്ഷാ പ്രോജക്റ്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് തൃശ്ശൂർ. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളെ സാദരം ക്ഷണിക്കുന്നു.
നിറഞ്ഞ കയ്യടി വീണ്ടും പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ട്രക്കേഴ്സ് TI പ്രോജക്റ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പാലക്കാട് RYFI ട്രക്കേഴ്സ്. അടുത്തത് ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇന്ന് രാവിലെ വളരെ ഗംഭീരമായ റാലി നടത്തുകയുണ്ടായി. 8 സ്ഥാപനങ്ങളാണ് നമ്മളുടെ ഈ റാലിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഏറ്റവും മികച്ച റാലിക്കുള്ള അവാർഡ് ദാനമാണ്. 3ാം സ്ഥാനത്തേക്ക് എത്തിയത് സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാട്. മൂന്നാം സ്ഥാനത്തെത്തിയ സ്കൂൾ ഓഫ് നഴ്സിംഗിന് 3000 രൂപയും മൊമെൻ്റോയും ഉണ്ട്. ആ സ്കൂൾ ഓഫ് നഴ്സിംഗിൻ്റെ പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാട്. യുവജനങ്ങളുടെ ഇടയിലെ കയ്യടി കുറച്ചുകൂടി ഉഷാറാകണം. നിങ്ങൾ അതിരാവിലെ എത്തി വലിയൊരു പ്രോത്സാഹനമാണ് തന്നത്. 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് സിമറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മലമ്പുഴ. അവർക്ക് 4000 രൂപ ക്യാഷ് അവാർഡും മൊമെൻ്റോയുമുണ്ട്. അവരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. മലമ്പുഴ സിമറ്റ് കോളേജ്. യുവജനങ്ങളുടെ ആവേശമാണ് നമ്മളിവിടെ കാണുന്നത്. ക്യാഷ് പ്രൈസ് 4000 2ാം സ്ഥാനത്തെത്തിയ റാലി ടീമിന്. അടുത്തതായി 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, JPH ട്രെയിനിങ് സെന്റർ പെരിങ്ങോട്ടുകുരിശി. 1ാം സ്ഥാനം JPH ട്രെയിനിങ് സെന്റർ പെരിങ്ങോട്ടുകുരിശി. പെരിങ്ങോട്ടുകുരിശിയിലെ JPHN സെന്ററിലെ വിദ്യാർത്ഥികളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയടി ഇവർക്ക് കൊടുക്കുക. വളരെ വ്യത്യസ്തമായ രീതിയിൽ വിവിധ തരം മെസ്സേജുകൾ പകർത്തിക്കൊണ്ടാണ് JPHN ട്രെയിനിങ് സെന്ററിലെ വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തത്. ഇവരുടെ ക്യാഷ് പ്രൈസ് 5000 രൂപയാണ്. 5000 രൂപയും മൊമെൻ്റോയുമാണ് 1ാം സ്ഥാനമെത്തിയ റാലിക്കുള്ള അവാർഡ്. ഇതോടൊപ്പം തന്നെ റാലിയിൽ പങ്കെടുത്ത ഒരു കോളേജും പുറകോട്ടല്ല. എല്ലാ കോളേജുകളും 1ാം സ്ഥാനത്ത് തന്നെയാണ്. പങ്കെടുത്ത എല്ലാ കോളേജുകൾക്കും പ്രോത്സാഹന സമ്മാനം ഈ വേദിയിൽ വെച്ച് തരുന്നുണ്ട്. ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട് പെട്ടെന്ന് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്, നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒത്തിരി നന്ദി. അടുത്തത് മേഴ്സി കോളേജ് പാലക്കാട്. മേഴ്സി കോളേജ് പാലക്കാട്. പങ്കെടുത്ത ബാക്കിയുള്ള 5 കോളേജിൻ്റെ പ്രതിനിധികൾ മുൻനിരയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മേഴ്സി കോളേജ്. മേഴ്സി കോളേജ് പാലക്കാട്. യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് മുണ്ടൂർ പാലക്കാട്. യുവക്ഷേത്ര. എല്ലാവരും ഒന്ന് വേഗം മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യുവക്ഷേത്ര കോളേജ്.
പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഴമ്പാലക്കോട്. വളരെ വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി PIMS കോളേജ് ഓഫ് നഴ്സിംഗ് വാളയാർ. PIMS കോളേജ് വേഗം വരിക. അടുത്തതായി തികച്ചും വ്യത്യസ്തമായിട്ട് ലോക എയ്ഡ്സ് ദിന പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചു കൊണ്ടിരിക്കുന്ന പാലക്കാടിൻ്റെ സ്വന്തം യൂട്യൂബറായ മീശക്കാരൻ സുൽത്താൻ ബേർഡ് സിഗ്നൽ പിയൂസിനെ ചെറിയൊരു ഉപഹാരം നൽകുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യൂട്യൂബിലൂടെ നമ്മളുടെ HIV പ്രതിരോധ സംരക്ഷണ മെസ്സേജുകൾ വളരെ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ സൗജന്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് നമുക്ക് ഈ ലോക എയ്ഡ്സ് ദിനത്തിന് ലഭ്യമായിരിക്കുന്നത്. ആദ്യവും ഒടുവിലുമായി സമ്മാനം നൽകേണ്ടത് ലോക എയ്ഡ്സ് ദിന സംസ്ഥാനതല പരിപാടി പാലക്കാട് ജില്ലയിൽ വളരെ നല്ല രീതിയിൽ വൻ ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കിയതിനുള്ള ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മളുടെ പ്രിയങ്കരിയായ ഏറ്റവും ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ KR അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും നിറഞ്ഞ കൈയ്യടി കൊടുക്കുക. ഇത്രയും വലിയ ഒരു പരിപാടി വളരെ സജീവമായി ജനപങ്കാളിത്തത്തോടു കൂടിയാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത്. ഹോൾ ടീമിനെയും പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സ്, ദിശ, നമ്മളുടെ തന്നെ ദിശ ടീം അംഗങ്ങൾ, നമ്മളുടെ മാസ് മീഡിയ, ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തമാണ് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ സാധിച്ചത്. ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അവാർഡ് ദാന വിതരണം അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. ഈ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് വെക്കാനുള്ള കാരണം തന്നെ നിങ്ങളെല്ലാവരുമാണ്. ഇത്രയും കളർഫുള്ളായി, ഇത്രയും ആവേശത്തോടു കൂടി ഒരു സംസ്ഥാനതല പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം നിങ്ങൾക്കാണ്, വിദ്യാർത്ഥിനികൾക്ക്. അതാണ് പാലക്കാട്. നമ്മുടെ DMO ഡോക്ടർ വിദ്യ 2 ദിവസമായിട്ട് ഇവിടെ ചുമതലെടുത്തിട്ടുള്ളു. പാലക്കാട് വരുമ്പോഴേക്കും ഏറ്റവും മികച്ച ജില്ലയ്ക്കുള്ള ഒരു അവാർഡ് അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് വന്നാൽ ഉള്ള ഗുണം എന്താണ്? ഇനി അവാർഡ് കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലേ? നമ്മളെല്ലാവരെയും പിന്തുണച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം ഉണ്ടാക്കിയത്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്കുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സർ. ഒരു അപേക്ഷയുണ്ട്. അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാവരും വേദി വിട്ട് പോകരുത്. ഇനിയും ഒട്ടനവധി പരിപാടി നമുക്ക് ഈ വേദിയിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അടുത്തതായി വിഷയാവതരണവും മുഖ്യ പ്രഭാഷണത്തിനുമായി ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടെ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീലത R അവരെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും പോവുകയാണോ? ബഹുമാനപ്പെട്ട അധ്യക്ഷ, ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനിമോൾ കെ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ MP ശ്രീ VK ശ്രീകണ്ഠൻ, ചടങ്ങ് സ്വാഗതം പറഞ്ഞ നമ്മുടെ DMO ഡോക്ടർ വിദ്യ, പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്റർ PND+ൻ്റെ പാലക്കാടിൻ്റെ PNDPS പ്രോജക്റ്റ് കോർഡിനേറ്റർ ശ്രീ രമേശ് P,
ബഹുമാനപ്പെട്ട പാലക്കാട് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സ്മിതേഷ് പി, ബഹുമാനപ്പെട്ട കൗൺസിലർ പാലക്കാട് മുനിസിപ്പാലിറ്റി ശ്രീമതി അനുപമ നായർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പാലക്കാട് ശ്രീ രാമൻകുട്ടി, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ, പാലക്കാട് വനിതാ ശിശു ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ, ഡോക്ടർ ഹരിദാസ്, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ, CPK പ്ലസ് പ്രസിഡൻറ്റ് ശ്രീ ജോസഫ് മാത്യു, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, കസാക്സിൻ്റെ പെരിഫറൽ യൂണിറ്റിലുള്ളവരും കസാക്സിലുള്ളതുമായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ, ആശാപ്രവർത്തകരെ, അതുപോലെ തന്നെ HIV നെറ്റ്വർക്കിൻ്റെ പ്രതിനിധികൾ, നഴ്സിംഗ് സ്റ്റുഡൻസ്, അതുപോലെ വോളണ്ടറി സംഘടനകളുടെ പ്രതിനിധികളെ, ഇന്ന് ഡിസംബർ 1 നമ്മൾ 1988 മുതൽ ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു വരുന്നു. HIV അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പൊതുജനങ്ങളിൽ HIV പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനും HIV പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ലോകത്തിലെമ്പാടും 3.9 കോടിയോളം HIV ബാധിതരാണുള്ളത്. ഇന്ത്യയിൽ 24 ലക്ഷവും കേരളത്തിലത് 28,057 നമുക്കറിയാം. HIV ബാധിതരായിട്ടുള്ളവർ പ്രധാനമായും നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ്, പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഉള്ളവർക്കാണ് അണുബാധ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അണുബാധ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഈ ഒരു അണുബാധ തടയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതായത് HIV അണു വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ ശരീരത്തിലെ CD4 സെല്ലുകളിൽ പ്രവേശിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം CD4 സെല്ലുകളുടെ എണ്ണം ശരീരത്തിൽ കുറയുന്നു. ആ ഒരവസ്ഥയിൽ അയാൾക്ക് വിവിധ രോഗങ്ങൾ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ചിലതരം ക്യാൻസറുകൾ എന്നിവ പിടിപെടാൻ സാധ്യതയുണ്ട്. ശരിയായ ചികിത്സ ലഭിച്ചാൽ നമുക്ക് ഈ രോഗം നിയന്ത്രിക്കാം. അല്ലാതെ CD4 സെല്ലുകളുടെ എണ്ണം കുറഞ്ഞ് എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് പോയാൽ മരണം വരെ സംഭവിക്കാം. എന്തായാലും നമുക്ക് ശക്തമായ ഒരു ചികിത്സാ സംവിധാനമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മരണം തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ട്. പ്രധാനമായും 4 മാർഗങ്ങളിലൂടെയാണ് HIV പകരുന്നത്. നമുക്കറിയാം. അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അതായത് ഉറ ഉപയോഗിക്കാതെയുള്ള ലൈംഗിക ബന്ധം, പോസിറ്റീവ് ആയിട്ടുള്ള ആളിൻ്റെ രക്തം സ്വീകരിക്കുന്നത് വഴി, പോസിറ്റീവായ ആൾ ഉപയോഗിച്ച നീഡിലും സിറിഞ്ചും ഷെയർ ചെയ്യുന്നത് വഴി, അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. ഇതാണ് പ്രധാന മാർഗങ്ങളെങ്കിലും നമുക്കിത് ഒരു പരിധിവരെ തടയാൻ കഴിയും. 1981 ലോകത്തെ ആദ്യത്തെ HIV അണുബാധ കാണുന്നത്. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലുള്ള സ്വവർഗരതിക്കാരായ പുരുഷന്മാരിലാണ് ആദ്യമായി ഈ രോഗം കാണുന്നത്. 83 ഈ വൈറസിനെ നമ്മൾ വേർതിരിച്ചു എങ്കിലും നമ്മൾ ഏറ്റവും സേഫായ ഒരു വാക്സിൻ കണ്ടുപിടിക്കാനോ അതുപോലെ തന്നെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ചികിത്സയോ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രതിരോധം മാത്രമാണ് ഈ രോഗത്തെ നിയന്ത്രിക്കാനുള്ള മാർഗം. മരുന്ന് കൃത്യമായി കഴിച്ചാൽ സാധാരണ പ്രമേഹം, പ്രഷർ എന്നിവ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഒരു സാധാരണ ജീവിതം HIV ബാധിതന് നയിക്കാൻ കഴിയും. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറവാണ് HIV അണുബാധ. അതായത് ഇന്ത്യയിൽ 0.22 അതിൻ്റെ സാന്ദ്രതയെങ്കിൽ കേരളത്തിൽ 0.06 ആണ് നമ്മുടെ സാന്ദ്രത. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ, അത് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്കിത് നേടാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി അതിനെ ദുർബലപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ HIV അണുബാധയുടെ സാന്ദ്രത വളരെ കൂടുതലാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ജോലി അന്വേഷിച്ചും വിദ്യാഭ്യാസത്തിനുമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൈഗ്രേഷൻ, അതായത് യാത്രകൾ നടക്കുന്നത് കൊണ്ടും നമ്മുടെ കേരളത്തിലെ വളരെയധികം ഡെവലപ്പ് ചെയ്ത ടൂറിസവും ഇതിന് ഈ നമ്മുടെ പ്രവർത്തനങ്ങളെ ദുർബലമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഹൈലി വൾണറബിളായ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 3.1 നമ്മൾ 2030 HIV അണുബാധ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
എങ്കിലും കേരളത്തിലത് 2025 നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, അതായത് 1992 എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം തുടങ്ങിയത്. ഏതാണ്ട് 3.9 കോടിയോളം വരുന്ന ഈ പോസിറ്റീവായ ആളുകളെയും അതുപോലെ തന്നെ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പുകളെയും ആണ് നമ്മുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം അവരുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് പോസിറ്റീവായ ആളുകൾക്ക് ചികിത്സയും തുടർ നടപടി, അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും നൽകുകയും അതുപോലെ തന്നെ HIV ബാധിതരാകാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ, അതായത് അതിലെ കോർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളായ സെക്സ് വർക്കേഴ്സ്, അതുപോലെ തന്നെ സ്വവർഗരതിക്കാരായ പുരുഷന്മാർ, അതുപോലെ നീഡിലും സിറിഞ്ചും ഉപയോഗിച്ച് ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആളുകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇവരാണ് നമ്മളുടെ കോർ പോപ്പുലേഷൻ. അതുപോലെ തന്നെ ബ്രിഡ്ജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവർ ഹൈ റിസ്ക് ഉള്ള ആളുകളുടെ പ്രോക്സിമിറ്റിയിൽ ജോലി ചെയ്യുന്നത് മൂലം അവർക്ക് HIV ബാധ്യത ഉണ്ടാകാൻ വളരെ സാധ്യതയാണ്. അവരാണ് മൈഗ്രൻസും ട്രക്കേഴ്സും, അതിഥി തൊഴിലാളികളും ലോങ് ഡിസ്റ്റൻസ് ഓടി വരുന്ന ട്രക്കേഴ്സും. അപ്പോൾ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പുകളും PLHIV, അതായത് പേഴ്സൺ ലിവിങ് വിത്ത് HIV ബാധിതരും ചേർന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കീഴിൽ വളരെയധികം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമുക്ക് പ്രതിരോധം മാത്രമാണ് ഇത് രോഗം തടയാനുള്ള മാർഗം. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഇപ്പോൾ അതിൻ്റെ 5th സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് 0 ന്യൂ HIV by 2025, 2025 ആകുമ്പോൾ പുതിയ HIV അണുബാധിതർ ഉണ്ടാവരുത് എന്നുള്ളതാണ്. നമ്മൾ അതിനായിട്ടുള്ള മിഷൻ, അതായത് യജ്ഞം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ത്രൂ 95-95-95 ടാർഗറ്റ് ഓഫ് ടെസ്റ്റ്, ട്രീറ്റ് ആൻഡ് സപ്രസ്. അതായത് നമ്മുടെ ഇടയിലുള്ള 95% ആളുകളെയും, പോസിറ്റീവായിട്ടുള്ള 95% ആളുകളെയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നല്ല ബോധവൽക്കരണവും ടെസ്റ്റുകളുടെ എണ്ണവും കൂട്ടേണ്ടതായിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാകുന്ന 95%-നും നമ്മൾ ചികിത്സ ലഭ്യമാക്കണം. ചികിത്സ ലഭിക്കുന്ന 95%-നും വൈറൽ ലോഡ് സപ്രസ്ഡ് ആകണം. വൈറൽ ലോഡ് ശരീരത്തിൽ കുറഞ്ഞാൽ അവർ മറ്റുള്ളവരിലേക്ക് രോഗം പകർത്താത്ത ഒരവസ്ഥയിലെത്തുകയും അത് ഏറ്റവും പ്രധാനമായ ഒരു പ്രതിരോധ മാർഗമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ആ ഒരു യജ്ഞത്തിലാണ് നമ്മൾ അതിനായി നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അതായത് വസ്തുനിഷ്ഠമായ മാർഗങ്ങൾ, അതായത് അവർക്ക് പ്രിവെൻഷൻ നോളജ്, ഹൈ റിസ്ക് ഗ്രൂപ്പുകൾക്ക് പ്രതിരോധ മാർഗങ്ങൾ അവർക്ക് ബോധവൽക്കരണം നൽകുക. അതുപോലെ തന്നെ മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ 0 ആയിട്ട് നിലനിർത്തുക. ഏതാണ്ട് 2 വർഷം മുമ്പ് വരെ നമുക്ക് മദർ ടു ചൈൽഡ് 0 ആയിരുന്നു. അതിൻ്റെ പേരിൽ കേരളം ഏറ്റവും അഭിമാനിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഉണ്ട്. അതായത് തൃശ്ശൂർ ജില്ലയിലെ 2 അമ്മമാർ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അവർ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതുമൂലം കുട്ടികൾ പോസിറ്റീവ് ആകുന്ന ഒരവസ്ഥ വന്നു. അതുപോലെ ഈ വർഷം ഒരു കുട്ടി സംശയകരമായിട്ടുണ്ട്. അമ്മ പോസിറ്റീവായിരുന്നു, മരുന്ന് കൃത്യമായി, അതായത് കുട്ടി ഇപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ 0 ആക്കണമെങ്കിൽ ഗർഭിണികളെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അവരെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ ചികിത്സ നൽകുക. അമ്മ ചികിത്സ എടുത്താൽ കുഞ്ഞ് പോസിറ്റീവ് ആകാതെ നമുക്ക് രക്ഷിക്കാനാകും. അതുപോലെ തന്നെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ടുവേഡ്സ് PLHIV ആൻഡ് ഹൈ റിസ്ക് പോപ്പുലേഷൻ. HIV ബാധിതരോടും അതുപോലെ ഹൈ റിസ്ക് ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പിലോടുമുള്ള സ്റ്റിഗ്മയും ഡിസ്ക്രിമിനേഷനും, അവരെ വേർതിരിവും അവരോടുള്ള വിവേചനവും ഒഴിവാക്കുക. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് റിസർച്ച് സ്റ്റഡി അത് നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ കമ്മ്യൂണിറ്റിയെ ഭാഗഭാക്കാക്കിക്കൊണ്ടുള്ള റിസർച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മളുടെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ കീഴിൽ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റികൾ വഴിയാണ് നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിലുള്ള വിഭാഗങ്ങൾ, അതായത് ഓരോ പ്രത്യേക യൂണിറ്റുകളുണ്ട്. അതായത് ഉഷസ് കേന്ദ്രങ്ങളുണ്ട്. അത് ആദ്യമായിട്ട് ജ്യോതിസിനെ പറ്റിയാണ്. ജ്യോതിസ് കേന്ദ്രങ്ങൾ നമുക്കാകെ 688 എണ്ണമാണ് കേരളത്തിലുടനീളമുള്ളത്. അതിൽ 150 എണ്ണം
എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിലും 538 സാങ്കേതിക സഹായത്തോടെ, അതായത് കസാക്സിൻ്റെ സാങ്കേതിക സഹായത്തോടെയും 90 കേന്ദ്രങ്ങൾ സ്വകാര്യ മേഖലയിലും പ്രവർത്തിച്ചു വരുന്നു. ഇതുകൂടാതെ 64 സുരക്ഷാ പ്രോജക്റ്റുകളിലും ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പൊതുജനങ്ങൾ അവെയറാകണം, അവർ മുന്നോട്ട് വരണം, ടെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക. ടെസ്റ്റ് വരുന്ന ആളുകളുടെ പേരോ വിവരമോ നമ്മൾ പുറത്താക്കുകയില്ല. വളരെ രഹസ്യമായി പ്രൈവസി സൂക്ഷിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യും. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആകുന്നവരെ നമ്മുടെ ഈ കേന്ദ്രത്തിൽ, ജ്യോതിസ് കേന്ദ്രത്തിൽ നിന്ന് തന്നെ ART സെൻറ്ററിലേക്ക് നമ്മൾ എത്തിക്കും. കേരളത്തിലുടനീളം 15 ART കേന്ദ്രങ്ങളാണുള്ളത്. ART കേന്ദ്രങ്ങളിൽ ചികിത്സ നേടുന്ന ആളുകൾക്ക് വേണ്ട കെയറും സപ്പോർട്ടും, അവർക്ക് വേണ്ട എല്ലാ സുരക്ഷാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന കെയർ ആൻഡ് സപ്പോർട്ട് യൂണിറ്റുകളുണ്ട്. അത് 7 എണ്ണമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 2021 ഒക്ടോബർ മുതൽ 7 കെയർ ആൻഡ് സപ്പോർട്ട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ PLHIV സംഘടന, അതായത് അവരുടെ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുലരി കേന്ദ്രങ്ങൾ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്ന പുലരി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ STI ഉള്ള ആളുകൾക്ക് HIV പിടിപെടാൻ ഏതാണ്ട് 35% സാധ്യത കൂടുതലാണ് എന്നതിനാൽ തന്നെ നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്തേണ്ടതുണ്ട്. അത് 23 കേന്ദ്രങ്ങൾ, പുലരി കേന്ദ്രങ്ങളാണ് നമുക്ക് കേരളത്തിലുടനീളമുള്ളത്. അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ, ഇപ്പോൾ പ്രിവെൻഷൻ എന്നാണ് അതിൻ്റെ പേര്. പ്രതിരോധ പ്രവർത്തനങ്ങൾ, ലക്ഷ്യാധിഷ്ഠിത ഇടപെടലുകൾ, ഓരോ വിഭാഗം ഹൈ റിസ്ക് ഗ്രൂപ്പുകൾക്കും വേണ്ടി പ്രത്യേകം പ്രോജക്റ്റുകൾ പ്രവർത്തിക്കുന്നു. അതിലവരെ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകുകയും ടെസ്റ്റിങ്, ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യാൻ വേണ്ട സഹായങ്ങളും ചെയ്യുന്ന 64 സുരക്ഷാ പ്രോജക്റ്റുകളാണ് നമുക്കുള്ളത്. അവർ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും എല്ലാം ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ഓപ്പിയോയിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തെറാപ്പി, ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് മൂലം HIV പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓപ്പിയോയിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തെറാപ്പി, ഓറൽ ഡ്രഗിലേക്ക് ഇഞ്ചക്ഷനിൽ നിന്ന് മാറ്റി അതിനുശേഷം അവരെ അഡിക്ഷനിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനമാണ്. 11 കേന്ദ്രങ്ങളാണ് നമുക്ക് ഓപ്പിയോയിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തെറാപ്പിക്ക് വേണ്ടിയുള്ളത്. അതുപോലെ ഏറ്റവും പ്രധാനമായ ഒരു വിഭാഗമാണ് ബോധവൽക്കരണ വിഭാഗം, അതായത് IEC. നമ്മുടെ HIV സെൻറ്റിനൽ സർവൈലൻസിലെ കണക്കനുസരിച്ച് കേരളത്തിൽ 50% ആളുകൾക്ക് HIV പറ്റിയുള്ള അവബോധം ഉള്ളൂ എന്നാണ് കണക്ക്. അതുപോലെ തന്നെ സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ കോണ്ടം ഉപയോഗിച്ചാൽ HIV തടയാം എന്ന നോളജ് ഏതാണ്ട് 70% ആൾക്കാർക്കേ ഉള്ളൂ. ഇത് നമുക്ക് 100%ത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. IEC വിഭാഗം അതിനുവേണ്ടി മാധ്യമങ്ങളുടെ സഹായത്തോടെ, അതായത് റേഡിയോ, TV, അച്ചടി മാധ്യമങ്ങൾ വഴി, അതുപോലെ തന്നെ പോസ്റ്ററുകൾ, ബാനറുകൾ എന്നിവ സ്ഥാപിക്കുന്നത് വഴിയും, ഇതുപോലെ തന്നെ ഡിജിറ്റൽ ബോർഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, മാളുകൾ തുടങ്ങിയ ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിച്ചും നമ്മൾ വളരെയധികം ബോധവൽക്കരണം നടക്കുന്നു. അതുപോലെ തന്നെ നാടൻ കലാരൂപം, നിങ്ങളിന്ന് കണ്ട പോലെ 15 ടീമുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. വിദഗ്ധരായ ആളുകൾ, ഓരോ കലാരൂപത്തിൻ്റെയും വിദഗ്ധർ ഉൾപ്പെട്ട സമിതി സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകിയാണ് നമ്മൾ ഈ കലാരൂപങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് 15 ടീമുകളെ നമ്മൾ ട്രെയിൻ ചെയ്ത് കേരളത്തിലുടനീളം 1000 പ്രോഗ്രാമുകളാണ് നടത്തുന്നത്. അതായത് കഥാപ്രസംഗം, കാക്കാരിശി നാടകം, മാജിക് ഷോ, പാവകളി, തെരുവ് നാടകം, കുറവരശ് കളി തുടങ്ങിയ കലാരൂപങ്ങൾ ജനങ്ങൾ ബോധവൽക്കരണം നടത്താനായി നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് റിബൺ ക്ലബ്ബുകൾ, യുവജനങ്ങളുടെ ഇടയിൽ നമുക്ക് HIV ബോധവൽക്കരണം നടത്തുന്നതിനും അവർക്ക് ജീവിത നൈപുണ്യം നേടുന്നതിനും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമാണ് റെഡ് റിബൺ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും സന്നദ്ധ രക്തദാനത്തിലും മറ്റും റെഡ് റിബൺ ക്ലബ്ബുകൾ നൽകുന്ന സേവനം വളരെ അഭിനന്ദനാർഹമാണ്. 291 റെഡ് റിബൺ ക്ലബ്ബുകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ മുഖ്യധാരാവൽക്കരണം, മെയിൻ സ്ട്രീമിംഗ് എന്നൊരു വിഭാഗം IECയിലുണ്ട്. അതായത് വിവിധ വകുപ്പുകൾ, വിദ്യാഭ്യാസം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ്, റെയിൽവേ, സാമൂഹ്യ സുരക്ഷ, വിമൻ ആൻഡ് ചൈൽഡ് തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി നമുക്കൊരു ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പുണ്ട്. അവർക്ക് പ്രത്യേക ട്രെയിനിങ് നൽകുകയും ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും